ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2025 കഴിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം 2026 കയറാനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ എടുത്താൽ പൊങ്ങാത്ത റെസൊല്യൂഷനൊന്നും ഞാൻ എടുക്കുന്നില്ല, തമ്മി മാറിപ്പോയി ഞാൻ. അപ്പോൾ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിചാരിക്കും കുറച്ചൊന്ന് ഹെൽത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. നമ്മൾ ഓരോ വർഷം ചെല്ലുന്നതോറും നമ്മൾ പ്രായം കുറഞ്ഞല്ലോ, കൂടിയല്ലേ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ എനിക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒന്ന് പിടിക്കാമെന്ന് കരുതി. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ഈ വ്ളോഗ് ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴേ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കിളി വറക്കും. ഇത്രയും വണ്ണം ഞാൻ വെച്ചോന്നു. വണ്ണം ഉള്ള ഒരാളാണ് ഞാൻ, ഒബ്വിയസ്ലി PCOD കാര്യങ്ങളൊക്കെ ഉള്ള കാരണം. അപ്പോൾ ഇത്രയും നാൾ ഞാൻ വണ്ണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് PCOD ഉള്ളതുകൊണ്ടാണെന്ന് പറയും. ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ അടുത്ത് പോയി സ്കാനൊക്കെ ചെയ്തപ്പോൾ PCOD എല്ലാം ഓക്കെ ആയിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ആരും നിലയിലോട്ട് വയ്ക്കുന്നത്, അപ്പോൾ ഞാനിനി ഒന്ന് കുറച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഞാൻ വെച്ചാൽ അമ്മൂന് അവൾക്കും ഒരിച്ചിരി അവൾ വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴേ ഒന്നും പിടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ ഇപ്പോൾ സ്കൂളും കൂടെ അടച്ചിരിക്കുന്നതാണ്. ഞാനും അമ്മു ആദ്യം കൂടെ നടക്കാൻ പോകുന്നുണ്ട് വൈകിട്ട്. ഇപ്പോൾ ഇപ്പോൾ 6:45 ആക്ച്വലി ഒരു 6:30 ഇറങ്ങുന്നതാണ്. ഒരു ഹാഫ് ആൻ അവർ ഉണ്ടാക്കാൻ പിള്ളേർക്ക് ഒത്തിരി ഒന്നും നമുക്ക് അവരെ ഇട്ടതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ നടന്നിട്ട് വരും. വന്ന ശേഷം നമ്മളെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. എന്നാൽ നമ്മൾ എന്താ പറയുക കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ എൻ്റെ റെസിപ്പി ഇനി അങ്ങനെ കാണിക്കുന്നതിൽ ഞാൻ അങ്ങനത്തെയൊക്കെ റെസിപ്പികൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഡയറ്റ് റെസിപ്പീസ്, അതായത് പിള്ളേർക്കും ഇഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്നത് അങ്ങനത്തെയൊക്കെ നോക്കാം ഞാൻ. പിന്നെ ഞാൻ നോക്കട്ടെ, ഞാനൊരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താ, ഡയറ്റും നടത്തവും എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറയാവേ. ഇൻ കേസ് അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഇങ്ങോട്ട് വന്ന് ചോദിച്ചെങ്കിൽ പിഞ്ച് മനസ്സ് വേദനിപ്പിക്കരുത്. കുറയ്ക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, കുറയ്ക്കണം. ഇത് ഞാനൊരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് പറ്റില്ലായിരിക്കും, ഞാൻ ഇതിപ്പോൾ തന്നെ വലിയ വീഡിയോ ആയിപ്പോയി. ഞാൻ നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ ആ റെസിപ്പി ഞാൻ കാണിക്കാം. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ചിലതൊക്കെ എൻ്റെ ഓൺ റെസിപ്പി ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ചൂണ്ടിയ റെസിപ്പി ആയിരിക്കും. ഞാൻ കണ്ടത് ചിലപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പോയിട്ട് വരട്ടെ, നടന്നിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.